മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ടുള്ള കുറേ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. സെൻസിബിലിറ്റി, സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ക്വയറ്റ് ബിക്കമിങ് ആൻ ഓഫീസർ, ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ പാട്രിയോട്ട് ഇറങ്ങിയതിന് ശേഷം ആളുകൾ സോഷ്യൽ ഇവാലുവേറ്ററിനെ പറ്റിയിട്ടും പെരിസ്കോപ്പിനെ പറ്റിയിട്ടും സോഷ്യൽ സ്കോറിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. പാട്രിയോട്ട് കണ്ടാലും അവർക്കുള്ളൊരു ടേക്ക് അവേ ആസ് എൻ ഇൻഫർമേഷൻ സോഷ്യൽ സ്കോറും സോഷ്യൽ ഇവാലുവേറ്ററും പെരിസ്കോപ്പും ഒക്കെ ആയിരിക്കും. അതെ, ഒന്ന് വിശദീകരിക്കാൻ ആണ് സിനിമ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞാൽ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇവാലുവേഷൻ. പിന്നെ ഇതൊരു അവയർനെസ് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഈ ടെക്നോളജിയുടെ ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്യം കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണക്കാർ വിട്ടുപോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. പലതും നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചാണ്. പലതും നമ്മളെ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങളും എന്ത് കാര്യത്തിലിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും അതും അതിൻ്റെ ഭാഗമാകും. അങ്ങനെയാണതൊരു സിനിമയാണ്. എന്ത് കാര്യത്തിലിറങ്ങിയാലും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് സിനിമ. അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരുമില്ലാതെ ഈ സിനിമ മുമ്പോട്ട് പോവുകയോ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ഇത്രയും ഈ കാണുന്നവരെക്കാൾ അത്രയും കൂടെ നമ്മൾ കാണാത്തവരുണ്ട്, എവിടെ ഇല്ലാത്തവരുണ്ട്. അതാണ് സിനിമയുടെ ഒരു ആമുഖം. അതിനപ്പുറത്തേക്ക് സിനിമ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. സ്പോയിലർ ആകാതെ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഇത് കണ്ടു കേട്ട് ഇവിടെ നമുക്ക് പിരിയാം. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും 2 വലിയ പെർഫോമേഴ്സിനെ പ്രധാന റോളുകളിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോഴും കഥയാണ് നായകൻ അല്ലെങ്കിൽ വിഷയമാണ് പ്രധാനം. എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയത്? ഈ വിഷയം പറയാൻ ഏറ്റവും 2 വലിയ പെർഫോമേഴ്സിന് ആവശ്യമുണ്ട്. അപ്പുറത്ത് ഇതിൻ്റെ ലോഡ് കൂടി ഉണ്ടല്ലോ. ഇവരിൽ നിന്ന് ഏറ്റവും നല്ല ഔട്ട് ഉണ്ടാവണം, ഇവരുടെ ഒരു സ്റ്റാർ ഇമേജിനെ ബാക്കിയുള്ളവർക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, ഇവരുടെ മാർക്കറ്റ്. ഈ പ്രഷറിനെയും ഈ കൊമേഴ്ഷ്യൽ സൈഡിനെയും ഈ കൊമേഴ്ഷ്യൽ വയബിലിറ്റിയും എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ ടെൻഷൻ എത്രമാത്രം ഉണ്ട് ഈ മൊമെന്റിൽ? ഇത് കഥ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു ആക്ടറിൻ്റെ അടുത്തോട്ട് പോകുന്നത് നരേഷന് വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു ഐഡിയ ആയിട്ട് പോയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇതൊരു കഥയുടെ രൂപമായി കഴിഞ്ഞതിന് ശേഷം പ്ലോട്ട് ഡ്രിവൺ കഥയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്കെയിലുണ്ട് ഈ പടത്തിന്. ക്യാരക്ടേഴ്സും കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സിലോട്ട്, അല്ലാതെ നമ്മളിത് മനഃപൂർവ്വം ഇതൊരു സ്റ്റാർ സ്റ്റഡഡ് സിനിമയാക്കാം എന്നുള്ളൊരു ധാരണയിൽ തുടങ്ങിയ പടമല്ല. ആദ്യം ഇതിൻ്റെ എന്താ പറയുക, ഒരു രൂപം ആദ്യം ഞാൻ പറഞ്ഞത് മമ്മൂക്ക എടുത്ത് തന്നെയാണ്. അതിനുശേഷം പിന്നീടാണ് ബാക്കി എല്ലാവരും സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ അങ്ങനെ ഞാൻ ബാക്കി ഇതിനകത്തുള്ള കച്ചവട ചേരുവകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ കൺസേൺ അല്ല. കാരണം ഓർഗാനിക്കലി ഇതിനകത്ത് വന്നിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അതിനകത്തോട്ട് കഥയുടെ രൂപത്തിൽ വന്നു പോയിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് തന്നെ ആണ് ഇതിൻ്റെ കമേഴ്ഷ്യൽ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കണ്ടവരാണ് പറയേണ്ടത്. താങ്ക് യു.